ഗൈസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് AFC ഏഷ്യൻ കപ്പിൻ്റെ റൗണ്ട് 1 മത്സരങ്ങളൊക്കെ അവസാനിച്ച് കഴിഞ്ഞു. അതായത് എല്ലാ ടീമുകളും ഓരോ മത്സരങ്ങൾ കളിച്ച് കഴിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഓരോ ഗ്രൂപ്പിലെയും ഓരോ മത്സരങ്ങളൊക്കെ വെച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇത് ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യം വരുമ്പോൾ ഇപ്പം എല്ലാവരും ഉറ്റുനോക്കുന്നൊരു കാര്യമാണ് ഈ ഒരു തേർഡ് സ്പോട്ട്. കാരണം ഈ 6 ഗ്രൂപ്പുകളിൽ 4 ഗ്രൂപ്പുകളിലെ 3-ാം സ്ഥാനക്കാർക്ക് അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പം മറ്റ് ടീമിലെ അല്ലെങ്കിൽ മറ്റ് ഗ്രൂപ്പുകളിലെ പെർഫോമൻസ് നോക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഗ്രൂപ്പ് എയിലേക്ക് വരുമ്പോൾ ആതിഥേയരായിട്ടുള്ള ഖത്തറും ലെബനനും തമ്മിലായിരുന്നു ഉദ്ഘാടന മത്സരം. ആ ഒരു മത്സരത്തിൽ 3-0 എന്ന സ്കോറിൽ ഖത്തറിന് വിജയിക്കാൻ സാധിച്ചിരുന്നു. അപ്പം ഈ ഒരു മത്സരത്തിലേക്ക് വരുന്നൊരു സമയത്ത് ആദ്യം ലെബനൻ നല്ലൊരു ഫൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അവർ ആ ഒരു എഫേർട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു 45-ാമത്തെ മിനിറ്റിൽ ഖത്തർ ആദ്യ ഗോൾ അടിച്ചു. പിന്നീട് ആ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്ത് ബാക്കി 2 ഗോളും കൂടെ ഫില്ല് ചെയ്ത് 3-0 എന്നുള്ള ഒരു കൺവിൻസിങ് ആയിട്ടുള്ള വിജയം ഹോസ്റ്റിംഗ് നേഷനും അതുപോലെ നിലവിലെ ചാമ്പ്യന്മാരും കൂടിയായിട്ടുള്ള ഖത്തറിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ചൈനയും തജിക്കിസ്ഥാനും തമ്മിൽ നടന്ന ആ ഒരു മത്സരം ഒരു ട്വിസ്റ്റായിരുന്നു. കാരണം ചൈന തന്നെയായിരുന്നു ഫേവറേറ്റ്സ്. തജിക്കിസ്ഥാൻ എന്ന് പറയുമ്പോൾ അവർ ഏഷ്യൻ കപ്പ് തന്നെ ആദ്യമായിട്ടാണ് കളിക്കുന്നത്. പക്ഷേ ആ ഒരു മത്സരത്തിൽ കുറച്ചും കൂടി നന്നായിട്ട് കളിച്ചത് എനിക്ക് തോന്നുന്നു തജിക്കിസ്ഥാൻ ആയിരിക്കും. കാരണം ഒരു പൊസഷൻ ആണെങ്കിലും ഇപ്പം ഷോട്ട്സ് തന്നെ നോക്കുന്ന സമയത്ത് 20 ഷോട്ട്സാണ് തജിക്കിസ്ഥാൻ ആ ഒരു മാച്ചിൽ ഒത്തുത്തിട്ടുള്ളത്. ചൈനയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ 10. ഏറ്റവും കൂടുതൽ ഫൗൾസ് കമ്മിറ്റ് ചെയ്തിട്ടുള്ളത് ചൈനയ്ക്കായിരുന്നു. അപ്പോൾ അത്രത്തോളം ത്രെറ്റ് ചൈനയ്ക്ക് തജിക്കിസ്ഥാൻ ഈ ഒരു മത്സരത്തിൽ കൊടുത്തു എന്നുള്ളതാണ്. അതായത് ഒരു പോയിന്റ് ടേബിൾ നിലവിലെ സാഹചര്യം നോക്കുമ്പോൾ ഖത്തർ തന്നെയാണ് 1-ാം സ്ഥാനത്തുള്ളത്. പിന്നെ ഓരോ പോയിന്റുകൾ വീതം ചൈനയ്ക്കും തജിക്കിസ്ഥാനും ഉണ്ട്. ലെബനൻ ഒരു പോയിന്റും ഇല്ല. മാത്രമല്ല അവരുടെ ഒരു GD എന്ന് പറയുന്നതും -3 ആയിട്ട് നിൽക്കുകയാണ്. അത് വലിയൊരു സെറ്റ് ബാക്ക് തന്നെയാണ്, താഴെ പോയെങ്കിലും. കാരണം 3 ഗോളുകളിന് തോൽക്കേണ്ടി വന്നത്. ഇനി നമുക്ക് ഗ്രൂപ്പ് ബിയിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യ ഇൻക്ലൂഡ് ചെയ്തിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ഗ്രൂപ്പ് ബി. അതിൽ ആദ്യ മത്സരം ഇന്ത്യ ഓസ്ട്രേലിയ തമ്മിൽ തന്നെയായിരുന്നു. ആ ഒരു മത്സരത്തിൽ ഇന്ത്യക്ക് 2-0 എന്ന് പറയുന്നൊരു പരാജയമാണ് നേരിടേണ്ടി വന്നത്. നമ്മൾ അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ സംസാരിച്ചാണ്, ഇനിയും അതിനെപ്പറ്റി സംസാരിക്കേണ്ടതില്ല. നമുക്ക് മറ്റ് മത്സരത്തിലേക്ക് വരാം. സിറിയയും ഉസ്ബെക്കിസ്ഥാനും തമ്മിൽ നടന്ന മത്സരം. ഉസ്ബെക്കിസ്ഥാൻ ആയിരുന്നു അവിടുത്തെ ഒരു ഫേവറേറ്റ്സ്. പക്ഷേ പറഞ്ഞ പോലെ ആ ഒരു മത്സരം ഒരു ഡ്രോ നേടിയെടുക്കാൻ സാധിച്ചു. അത് സിറിയയെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയമാണ് എന്ന് ഞാൻ പറയും. കാരണം ഉസ്ബെക്കിസ്ഥാൻ അത്രയും ചാൻസസ് ഉള്ളൊരു മത്സരമായിരുന്നു. അതിന് റീസൺസ് ഉണ്ട്. അവരുടെ പ്രധാനപ്പെട്ട സ്ട്രൈക്കർ ഇല്ലായിരുന്നു ഉസ്ബെക്കിസ്ഥാൻ്റെ. അതുപോലെ ഹെക്ടർ കൂപ്പർ എന്ന ഉസ്ബെക്കിസ്ഥാന് സുപരിചിതമായിട്ടുള്ള ഒരു ടീമായിരുന്നു. കാരണം മുമ്പ് അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുള്ള ടീമാണ് ഉസ്ബെക്കിസ്ഥാൻ. ഇപ്പോൾ അദ്ദേഹം സിറിയയുടെ പരിശീലകനാണ്. പിന്നെ സിറിയയ്ക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് ഒറിജിൻ പ്ലേയേഴ്സും നാച്ചുറലൈസ്ഡ് പ്ലേയേഴ്സൊക്കെ ഉള്ളത് ഒരു ആനുകൂല്യമാണ് എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു മത്സരത്തിൽ സിറിയയ്ക്ക് ഒറ്റ ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും അവർക്കെതിരെ എതിർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയായിട്ട് പറയാവുന്നതാണ്. ഇനി പോയിന്റ് ടേബിൾ നോക്കുന്ന സമയത്ത് ഓസ്ട്രേലിയ തന്നെയാണ് 3 പോയിന്റ് നേടി. അവരുടെ GD +2 ആണ് ഇന്ത്യക്കെതിരെ നേടിയിട്ടുള്ള 2-0 വിജയം കൊണ്ട്. സിറിയയും ഉസ്ബെക്കിസ്ഥാനും 0-0 മത്സരമായിരുന്നു. അതുകൊണ്ട് 2 ടീമുകൾക്കും ഓരോ പോയിന്റുകൾ ലഭിക്കുന്നു. ഇന്ത്യക്ക് ഈ പറഞ്ഞ പോലെ ഒറ്റ പോയിന്റും ഇല്ല. പക്ഷേ പറഞ്ഞ പോലെ GD -2 ആണ്. പക്ഷേ ഓസ്ട്രേലിയക്കെതിരെയാണ് ആ ഒരു മത്സരം കളിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ മത്സരം ലെബനൻ -3 ആണ്. ഞാൻ ഇത് വെച്ച് കമ്പയർ ചെയ്ത് പറഞ്ഞു. ഈ ഗ്രൂപ്പ് സിയിലേക്ക് വരുന്ന സമയത്ത് ഇറാൻ, UAE എന്നീ ജയൻസുകളുള്ള ഒരു ഗ്രൂപ്പായിരുന്നു. 2 ടീമുകൾക്കും വിജയം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ മത്സരം UAE ഹോങ്കോങ് ആണ്. 3-1 വിജയിച്ചു. പക്ഷേ ഈ ഒരു മത്സരത്തിൽ ഹോങ്കോങ് അത്യാവശ്യം ഫൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം അവർ അവസാനം ഒരു 3-2 എന്ന ലെവൽ വരെ എത്തേണ്ടായിരുന്നു. പക്ഷേ VAR ആണ് അത് ഡിസലവ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇപ്പം ഷോട്ട് ഓൺ ടാർഗറ്റ് UAE 7 ആണെങ്കിൽ 5 ഷോട്ട് ഓൺ ടാർഗറ്റൊക്കെ ഹോങ്കോങ് ഉതിർത്തിരുന്നു. നേരത്തെ പറഞ്ഞാൽ ഹോങ്കോങ്ങിനകത്തും ഇതേപോലെ നാച്ചുറലൈസ്ഡ് ആയിട്ടുള്ളതും ഒറിജിനൽ ആയിട്ടുള്ള കുറേ പ്ലേയേഴ്സിനെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അവർ കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു ടൂർണമെൻറ്റിലേക്ക് എത്തുന്നത്. ആദ്യത്തെ മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും അത്യാവശ്യം ഒരു പെർഫോമൻസ് നടത്താനായിട്ട് സാധിച്ചു. എന്നാൽ പലസ്തീൻ ഇറാൻ മത്സരം ഇറാൻ 4-1 എന്ന് പറയുന്നൊരു കൺവിൻസിങ് വിക്ടറി തന്നെ സ്വന്തമാക്കി എന്നുള്ളതാണ്. ഇവിടെ ഇറാനാണ് 1-ാം സ്ഥാനത്ത് 3 പോയിന്റോട് കൂടി. അവരുടെ ഒരു GD +3 ഉണ്ട്. UAE വിജയിച്ച് 3 പോയിന്റ് ഉണ്ട്. പക്ഷേ GD എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വ്യത്യാസത്തിൽ മാത്രമാണ് അവർ 2-ാം സ്ഥാനത്തേക്ക് വന്നത്. ഹോങ്കോങ് ഈ പറഞ്ഞതുപോലെ ഒരു ഗോൾ അടിച്ചു 3 ഗോളുകളെ വഴങ്ങിയുള്ളതുകൊണ്ട് തന്നെ -2 എന്നുള്ള ലെവലിൽ അവർക്ക് ഒരു 3-ാം സ്ഥാനത്ത് നിൽക്കാൻ സാധിച്ചു. പലസ്തീനാണ് ഒരു -3 GDയോടുകൂടി ഒരു പോയിന്റ് നേടാതെ ഏറ്റവും ഒടുവിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഗ്രൂപ്പ് ഡിയിലേക്ക് വരുന്ന സമയത്ത് ഇതൊരു എന്താ പറയുക, ഒരു മരണ ഗ്രൂപ്പ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഗ്രൂപ്പ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ജപ്പാൻ വിയറ്റ്നാം മത്സരം, ആ ഒരു മത്സരം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മത്സരമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജപ്പാൻ ഈ ഒരു മത്സരത്തിൽ ഒരു 4-2 വിജയിച്ചു. പക്ഷേ 1-0 ആദ്യം ജപ്പാൻ മുന്നിൽ നിന്നു. പിന്നെ 2 ഗോളുകൾ വിയറ്റ്നാം അടിച്ച് 2-1 ആയി. പിന്നെയാണ് ആ ഒരു മത്സരം 4-2 എന്നുള്ള ലെവലിലേക്ക് പോയത്. വിയറ്റ്നാം നല്ല കടുത്ത മത്സരം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം 7 ഷോട്ട് ഓൺ ടാർഗറ്റുകൾ ജപ്പാൻ ഉതിർത്തപ്പോൾ വിയറ്റ്നാം 3 ആയിരുന്നു. അതുപോലെ തന്നെ 59% പൊസഷൻ ആണ് ജപ്പാനെങ്കിൽ 41 വിയറ്റ്നാമിനുണ്ടായിരുന്നു. സോ ഞാൻ എന്താണെങ്കിലും സമീപകാലത്ത് ഏറെ മുന്നേറ്റം നടത്താൻ സാധ്യതയുള്ള ടീം എന്ന നിലയിൽ വിയറ്റ്നാമിനെ കാണുന്നുണ്ട്. വിയറ്റ്നാം
ഒരു 2026 വേൾഡ് കപ്പിലേക്കൊക്കെ യോഗ്യത നേടി എന്നുള്ളൊരു വാർത്ത കേട്ടാൽ നിങ്ങൾ ഞെട്ടേണ്ടി വരില്ല എന്നുള്ളതാണ്. കാരണം 8 ടീമുകളൊക്കെ ആകുന്ന സമയത്ത് ഈ പറഞ്ഞ ടീമുകൾക്കൊക്കെ ഒരു ഫൈറ്റ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ജപ്പാനും നല്ലൊരു ഫൈറ്റ് അത് അവർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്തൊരു മത്സരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാഖും ഇന്തോനേഷ്യയും തമ്മിൽ നടന്ന മത്സരം 3-1 ഇറാഖ് വിജയിച്ചത്. പക്ഷേ ഇന്തോനേഷ്യ ആ ഒരു നല്ലൊരു രീതിയിലുള്ളൊരു മാച്ച് ഗെയിം പുറത്തെടുത്തു എന്നുള്ളതാണ്. അതിനൊരു വൺ ഓഫ് ദി റീസൺ ഞാൻ ഈ ഒരു ഫസ്റ്റ് ഇതിൽ കണ്ടതിൽ ഏറ്റവും ഒരു ആംബിയൻസ് ഉണ്ടായിരുന്നൊരു മത്സരം ഇതായിരുന്നു. കാരണം ഇറാഖിൻ്റെ ഫാൻസ് ആയിരിക്കും ചിലപ്പോൾ നമ്പേഴ്സിൽ കൂടുതൽ, പക്ഷേ ഇന്തോനേഷ്യ ആയിരുന്നു ഏറ്റവും ലൗഡായിട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെ ഒരു എനർജിയിലായിരിക്കണം അവർ ആ ഒരു ഗെയിം കാഴ്ചവെച്ചത് എന്നുള്ളതാണ്. ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് സംസാരിക്കാം, ഒരു ഫാൻസിൻ്റെ ഒരു കാര്യങ്ങൾ എന്നുള്ളത്. ഓക്കെ, ഏതായാലും നമുക്കിനി ഒരു ഗ്രൂപ്പ് ഡിയിലെ പോയിന്റ് ടേബിൾ നോക്കുമ്പോൾ ജപ്പാൻ തന്നെയാണ് ഒരു മുന്നിൽ നിൽക്കുന്നത് 3 പോയിന്റുകളുമായിട്ട്. ഇറാഖും പറഞ്ഞാൽ 3 പോയിന്റ്സാണ്. GDയുടെ ഒരു ഇതാണ് അവർ മാറ്റി നിർത്തുന്നത്. ഇനിയിപ്പം വിയറ്റ്നാമും ഇന്തോനേഷ്യയും 2 ആസിയാൻ കൺട്രീസാണ്. 2 പേർക്കും പോയിന്റുകൾ നേടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഗ്രൂപ്പ് ഇയിലേക്ക് വരുന്ന സമയത്ത് ആദ്യത്തെ മത്സരം സൗത്ത് കൊറിയ 3-1 ബഹ്റിനെ പരാജയപ്പെടുത്തിയിരുന്നു. എന്നാൽ രണ്ടാമത്തെ മത്സരം ജോർദനും മലേഷ്യയും തമ്മിൽ നടന്ന മത്സരം 4-0 ജോർദൻ മലേഷ്യയെ പരാജയപ്പെടുത്തിയത്. ജോർദന് തന്നെ ഒരു അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു 4-0 വിക്ടറി എന്നുള്ളത് അത്ര പ്രതീക്ഷിച്ചില്ല. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് തന്നെയൊക്കെ റെഫറൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. കാരണം മലേഷ്യ ആദ്യം തൊട്ടേ ആ ഒരു ഫുൾ പ്രസ്സിങ് ഇതൊക്കെ കളിച്ചു. അപ്പോൾ അവരുടെ ഡിഫൻസിൽ സ്പേസ് ഉണ്ടായി. അതവർ ആദ്യം തന്നെ മുതലാക്കി. ആദ്യ പകുതിയിൽ തന്നെ 3 ഗോളുകൾക്ക് മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നു. ഒരുപാട് ചാൻസുകൾ ജോർദനൊക്കെ ഉണ്ടായിരുന്നു. സോ അത് അവർ ആ ഒരു ടൂർണമെൻറ്റിലേക്ക് എത്തിയപ്പോൾ അവർ ആ ഒരു സാധാ ഗെയിം ആസിയൻ നേഷൻസിനെതിരെ കളിക്കുന്ന തരത്തിലുള്ളൊരു ഗെയിം അവർ അപ്രോച്ച് നടത്തിയതാണ് ഒരുപക്ഷെ അവരുടെ ഒരു ഡിഫൻസിൽ ആ ഒരു പണി പാളിയത് എന്നുള്ളതാണ്. ഈ ഒരു അതുകൊണ്ട് തന്നെ GDയുടെ ഒരു ആനുകൂല്യം വരുന്നതുകൊണ്ട് തന്നെ 3 പോയിന്റ് നേടിയിട്ടുള്ള +4 എന്നുള്ള GD വെച്ചിട്ട് ജോർദനാണ് ഗ്രൂപ്പ് ഇയിൽ ഒന്നാമത് വരുന്നത്. സൗത്ത് കൊറിയ രണ്ടാമതുണ്ട്, 3 പോയിന്റ് തന്നെയാണ്. പറഞ്ഞാൽ GD ഡിഫറൻസ് ആണുള്ളത്. ബഹ്റൈൻ ആൻഡ് മലേഷ്യയാണ് 3-4 സ്ഥാനത്ത് യഥാക്രമം വരുന്നത്. മലേഷ്യയ്ക്ക് -4 GD. അതാണ് ഒരു പ്രശ്നം വരുന്നത്. ഈ തേർഡ് പ്ലേസിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് ഉള്ളത് GD വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നൊരു ഫാക്ടറാണ്. ഇനി ഗ്രൂപ്പ് F, തായ്ലൻഡ് ഒരു കൺവിൻസിങ് ആയിട്ടുള്ളൊരു വിജയം കിർഗിസ്ഥാനെതിരെ 2-0 നേടിയെടുക്കാൻ സാധിച്ചു. ഒരു നല്ല പ്രകടനം തന്നെയാണ് തായ്ലൻഡ് ആ ഒരു മത്സരത്തിൽ നടത്തിയത്. പക്ഷേ ഇപ്പം തായ്ലൻഡോ അല്ലെങ്കിൽ കിർഗിസ്ഥാനോ ഒക്കെ നമുക്ക് ആ ഒരു ഏതെങ്കിലും ഒരു പോർട്ടിൽ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നേനെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമുക്ക് ഒരു കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് റിസൾട്ട് എടുക്കാൻ പറ്റുന്ന 2 ടീമുകളായിരുന്നു. ആ 2 ടീമുകൾ ഒരു ഗ്രൂപ്പിലായിപ്പോയി. അതിലിപ്പം തായ്ലൻഡിന് ആ ഒരു ആനുകൂല്യം കിട്ടി എന്നുള്ളതാണ്. എന്നാൽ മറ്റൊരു മത്സരം ഒമാനും സൗദിയും ഈ ഒരു ഫസ്റ്റ് റൗണ്ടിലെ ഏറ്റവും കടുത്ത മത്സരമാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ ഞാൻ കണ്ടിട്ടുള്ളൊരു മത്സരമായിരുന്നു അത്. ഒമാൻ ആദ്യം ഗോൾ നേടി, എന്നാൽ അവസാന മിനിറ്റുകളിൽ 2 ഗോളുകൾ സൗദി അടിച്ചിട്ടാണ് വരുന്നത്. അതിൽ രണ്ടാമത്തെ ഗോള് വാർച്ചെക്ക് ചെയ്യുന്നു, ആദ്യം ഡിസലോ ചെയ്യുന്നു, പിന്നെ ഗോളാണെന്ന് പറയുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നാടകീയതകൾ നിറഞ്ഞിട്ടുള്ളൊരു മത്സരമായിരുന്നു അത് എന്നുള്ളതാണ്. ഗ്രൂപ്പ് Fൽ തായ്ലൻഡ് 1-ാം സ്ഥാനത്ത് ആണുള്ളത്. കാരണം ആ ഒരു GD ആനുകൂല്യം. സൗദി 2-ാമത്, ഒമാൻ 3-ാം സ്ഥാനത്തും കിർഗിസ്ഥാൻ 4-ാം സ്ഥാനത്തുമാണ് നിൽക്കുന്നത്. ഇതിൽ ഞാൻ മിക്ക മത്സരങ്ങളും ലൈവായിട്ട് കണ്ടിട്ടുണ്ട്. ചില മത്സരങ്ങൾ കാണാൻ പറ്റാതെ ഹൈലൈറ്റ്സ് ആണ് കണ്ടിട്ടുള്ളത്. കാരണം 3 മത്സരങ്ങളൊക്കെ ഒരു ദിവസമുണ്ട്. സോ എല്ലാ മാച്ചസും കാണുക എന്നുള്ളത് കുറച്ച് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. എനിവേ ഈ ഒരു ആദ്യ റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ അങ്ങനെ അട്ടിമറികളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള റിസൾട്ടുകളാണ് വന്നിട്ടുള്ളത്. പിന്നെ ചില ഡ്രോ, ഇപ്പം തജിക്കിസ്ഥാൻ ചൈന മത്സരം ഒരു ഡ്രോ ആകുമെന്ന് പ്രതീക്ഷിച്ചതായിരുന്നില്ല. ചൈനയ്ക്ക് തന്നെയാണ് വിജയ സാധ്യത ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാൻ വിജയിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ആ ഒരു മത്സരവും ഒരു ഡ്രോ ആയി പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഏതായാലും 3-ാം സ്ഥാനക്കാരുടെ ഒരു കാര്യം നമുക്ക് ഇപ്പം പരിശോധിക്കേണ്ടതില്ല. കാരണം ഇനി റൗണ്ട് 2 മത്സരങ്ങൾ കൂടി കഴിഞ്ഞതിന് ശേഷം നോക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം ഇപ്പോഴത്തെ ഇതിൽ വെച്ചിട്ട് ഒന്നും പറയാൻ പറ്റില്ല. കാരണം അറിയാലോ, ആദ്യത്തെ ഒരു മാച്ചാണ്. അതിൽ ഇപ്പോൾ ഇന്ത്യ കളിച്ചത് ഏറ്റവും ടഫായിട്ടുള്ള ഓസ്ട്രേലിയക്കെതിരെയാണ്. അല്ലെങ്കിൽ മറ്റ് ചില രാജ്യങ്ങൾ കളിച്ചത് കുറച്ചും കൂടി ഈസി പോർട്ട് 3-ലുള്ള ടീമുകൾക്കെതിരെയായിരിക്കും നമ്മുടെ ഒരു കമ്പാരിസൺ ചെയ്യുന്ന ടീമുകൾ. അപ്പം നമുക്ക് ഇപ്പോഴത്തെ ഒരു നിലയിൽ 3-ാം ആരായിട്ട് വരുമെന്നുള്ളത് അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. എങ്കിലും എനിക്ക് തോന്നുന്നത് ഗ്രൂപ്പ് C, ഗ്രൂപ്പ് E ഒഴികെയുള്ള ഗ്രൂപ്പുകളിൽ നിന്നായിരിക്കും ഒരു 3-ാം സ്ഥാനക്കാർ പ്രോഗ്രസ് ചെയ്യുക അടുത്ത റൗണ്ടിലേക്ക് എന്നുള്ളതാണ്. ഇത് എൻ്റെ ഒരു പ്രൊഡിക്ഷനാണ്. ഞാൻ ഇങ്ങനെ ഒന്ന് വിലയിരുത്തിയതിന് ശേഷം അതെന്ത് സംഭവിക്കാം, നമുക്ക് റൗണ്ട് 16 നടക്കുന്ന സമയത്ത് ഈ ഒരു പ്രൊഡിക്ഷൻ കറക്റ്റ് ആവുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാവുന്നതാണ്. അതിലിപ്പം ഇന്ത്യ തന്നെ വരുമോ എന്നുള്ളത് ഉറപ്പില്ല. എന്തായാലും ഉസ്ബെക്കിസ്ഥാൻ മത്സരം വളരെ നിർണായകമാണ്. അതിലൊരു പോയിന്റ് നേടിയെടുത്താൽ പോലും നമുക്ക് നല്ലതാണ്. പിന്നെ നമുക്ക് സിറിയക്കെതിരെയുള്ള മത്സരത്തിലൊരു മാക്സിമം കൊടുത്ത് വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് 3rd സ്പോട്ട് ഉറപ്പിക്കാം. സോ ഉസ്ബെക്കിസ്ഥാൻ മത്സരത്തിൽ ഡ്രോ എങ്കിലും നേടിയെടുക്കുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിജയിക്കുക എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ആ ഒരു മത്സരം ഞാൻ കണ്ടതാണ്. അവർ ഭയങ്കര ഇൻറ്റൻസിറ്റി, ഇപ്പോൾ ഓസ്ട്രേലിയയേക്കാൾ ഒരുപക്ഷെ ഒരു ഇൻറ്റൻസിറ്റി കൊടുക്കും, അല്ലെങ്കിൽ
ആ പ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ടെക്നിക്കലി ഓസ്ട്രേലിയക്കാൾ എന്താണെങ്കിലും മികവുള്ള ടീമാണ് ഉസ്ബെക്കിസ്ഥാൻ. സോ അതൊക്കെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ബാക്കി കാര്യങ്ങൾ. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു AFC ഏഷ്യൻ കപ്പിലെ ടോപ്പ് കൺട്രീസിൻ്റെ ഒരു സ്കോറിംഗ് കാര്യം നോക്കുമ്പോൾ ജപ്പാനാണ് ഏറ്റവും കൂടുതൽ ഗോളുകൾ, 4 ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ ജോർദാൻ 4 ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ട്. ഞാൻ ടോപ്പ് കൺട്രീസിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞു തരുന്നത്. സോ അത് വെച്ചിട്ട് നിങ്ങൾ നോക്കുക. സോ പിന്നെ ഖത്തർ 3, ഇറാൻ 3, കൊറിയ 3, ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഓസ്ട്രേലിയയും സൗദി മാത്രമാണ് 2 ഗോളുകൾ വഴങ്ങിയിട്ടുള്ളത്. ഇതിൽ ആ ഓസ്ട്രേലിയക്കെതിരെ നമ്മൾ ഈ പറഞ്ഞ പോലെ ആ ഒരു ഡിഫൻസീവ് ഗെയിം കളിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞ ആ GDയുടെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ അതനുസരിച്ചിട്ട് വേണം ഇങ്ങനത്തെ വലിയ ടൂർണമെൻറ്റ്സിൽ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് കളിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പം സൗദിയും 2 ഗോളേ അടിച്ചിട്ടുള്ളൂ. പക്ഷേ ഒമാൻ എന്ന് പറയുന്നൊരു ടീം നമുക്കറിയാം ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു സൈഡ് തന്നെയാണ്. ഇപ്പം ഗൾഫ് ടൂർണമെൻറ്റിലൊക്കെ അവർ സ്ഥിരമായിട്ട് കളിക്കുന്നവരാണ്. അവർക്ക് അവരുടെ ഒരു ഇൻറ്റൻസിറ്റിയൊക്കെ അറിയാം. എങ്കിലും അവർ ആ ഒരു ഡിഫൻസീവ് ആയിട്ടുള്ളൊരു ഗെയിമാണ് ആ ഒരു പെനാൽറ്റി ഗോളിന് ശേഷം സൗദിക്കെതിരെ കാഴ്ചവെച്ചത്. പക്ഷേ അവസാന നിമിഷങ്ങളിൽ അതൊന്ന് പാളി ആ 2 ഗോളുകൾ വന്നു എന്നുള്ളതാണ്. സോ ഇനിയുള്ള മത്സരങ്ങൾ നമ്മൾ ഇത്രയും ഒരു തരത്തിലുള്ളൊരു ഡിഫൻസീവ് അപ്രോച്ച് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും ഇന്ന് തന്നെ റൗണ്ട് ഓഫ് 2 മത്സരങ്ങളൊക്കെ ആരംഭിക്കുകയാണ്. നാളെ ഇന്ത്യയുടെ മത്സരം ഉസ്ബെക്കിസ്ഥാനെതിരെ ഉണ്ട്. സോ സിറിയ ഓസ്ട്രേലിയ മത്സരത്തിൻ്റെ റിസൾട്ട് എന്താവുന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ടതാണ്. അതുപോലെ തന്നെ മറ്റ് ഗ്രൂപ്പുകളിലെയും മറ്റ് 3rd 4th ഒക്കെ നിൽക്കുന്ന അതിൽ ഫൈറ്റ് ചെയ്യുന്ന ടീമുകളുടെ പെർഫോമൻസ് എങ്ങനെയാകുമെന്നുള്ളത് നോക്കേണ്ടതാണ്. പിന്നെ ആദ്യ റൗണ്ട് മത്സരങ്ങൾ കഴിയുന്ന സമയത്ത് 6ഓളം താരങ്ങൾ 2 ഗോളുകളുമായിട്ട് മുന്നിൽ നിൽക്കുന്നുണ്ട്. സോ നമുക്ക് ഈ പറഞ്ഞ റൗണ്ട് ഓഫ് 2 മത്സരങ്ങൾ കഴിയുമ്പോഴും ഏതൊക്കെ താരങ്ങൾ കൂടുതൽ ഗോളുകളൊക്കെ അടിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി കാണേണ്ടതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു റൗണ്ട് ഓഫ് അല്ലെങ്കിൽ റൗണ്ട് 1 മത്സരങ്ങൾ കഴിയുന്നൊരു സമയത്ത് വിലയിരുത്തുക എന്നുള്ള രീതിയിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായും കമ്പോസ് ചെയ്യാൻ കാണിക്കുകയാണ്.